ഇളനീരിൻ വെള്ളം, പിന്നെ അതിന്റെ പൾപ്പ്, Hello guys. I'm a big fan. Hello guys. ഇത് എന്റെ ഒരു സബ്സ്ക്രൈബർ ആണ് ഗൈസ്. ഞാൻ ഇപ്പോൾ പരിചയപ്പെട്ടതാണ്. സബ്സ്ക്രൈബർ ഫേസ് റിവീൽ ചെയ്യൂല ഗൈസ്. 1 million ഐക്കന്റെ സബ്സ്ക്രൈബർ ഇവനാണ് മാഡം നിങ്ങളെ ആണ്. ഇവനെ കാണുമ്പോൾ എന്ത് തോന്നുന്നു കമന്റിലൂടെ അറിയിക്കൂ ഗൈസ്. മാഡം നിങ്ങളെ ഹലോ ഗൈസ്, ഇപ്പോൾ സമ്മർ സീസൺ അല്ലേ? അപ്പോൾ സമ്മർ സീസണിന് കുടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തണുപ്പുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്, ഒരു ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇളനീർ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇളനീരിൻ വെള്ളം, പിന്നെ അതിൻ്റെ പൾപ്പ്, ഇത് ഫ്രീസ് ചെയ്ത പാല്, മിൽക്ക്, ഇത് ഐസ്ക്രീം, പഞ്ചസാര, പഴം. ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഇളനീർ ഷേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ആദ്യം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടി ചെയ്യുക കേട്ടോ. അതിനായിട്ട് ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ടേക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഒരു ഷേക്കായിട്ട് വന്നില്ല. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലോട്ടേക്ക് ഒഴിക്കാം. ഇനി ഒരു 5-10 ബദാം ക്രഷ് ചെയ്തതാണ്, അത് ഇതിൻ്റെ മേലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അടിപൊളി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡ്രിങ്ക് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇളനീര് വെള്ളം, ഇളനീര്, പിന്നെ 2 ലെമൺ, കസ്കസ, 4 കഷ്ണം ഇഞ്ചി, പിന്നെ പഞ്ചസാര. അപ്പം ഇതിനെ കൊണ്ട് നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കാം. അതിനായിട്ട് മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ആദ്യം ഇളനീരൊക്കെ ഉണ്ട് എല്ലാം ഇട്ട് കൊടുക്കാം. ഇളനീര് വെള്ളം കൊടുക്കാം. പഞ്ചസാര ഇത്ര വേണ്ട, മധുരത്തിന് ആവശ്യമായിട്ട് അവരവർക്ക് എത്ര മധുരം അങ്ങനെ ചേർത്താൽ മതി. 2 കഷ്ണം ഇഞ്ചിയും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ലെമൺ പിഴിഞ്ഞിട്ട് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ലെമൺ ഇങ്ങനെ കട്ട് ചെയ്തത് അതും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. നമുക്ക് അരിച്ചെടുക്കണം. ഇതിനായിട്ട് ഒരു പാത്രം എടുക്കാം. ഇതിലാ ഞാൻ മൈദ കസ്കസ് പിന്നെ ഐസ് ക്യൂബിന് ആവശ്യമായിട്ട് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം.
അടുത്തത് മൂസമ്പി ജ്യൂസ്. ഇങ്ങനെ പഴുത്ത പഴം എടുക്കുക. അപ്പോൾ പിന്നെ ജ്യൂസ് കുറച്ച് മധുരം ഉണ്ടാവും, പുളി കുറയും, മധുരം ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആദ്യം ഇതിൻ്റെ കുരു ഇങ്ങനെ കളയുക, കുരുവെല്ലാം ഉണ്ട് കളയുക. എന്നിട്ട് ഇത് ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെ, പിന്നെ അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് നമുക്ക് ആദ്യം പഞ്ചസാര പൊടിച്ചിട്ട് കൊണ്ടുവരാം. എന്താ വെച്ചാൽ പിന്നെ ആ മൂസമ്പീൻ്റെ കൂടെ ഇടുമ്പോൾ പഞ്ചസാര ശരിക്കും പൊടിയൂല. അത് അപ്പോൾ നമുക്ക് പഞ്ചസാര പൊടിച്ചിട്ട് വരാം. അങ്ങനെ പഞ്ചസാര നല്ല പൗഡറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് മൂസമ്പി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 കഷ്ണം ഇഞ്ചി, ഇനി ഒരു 3 പുതിനൻ്റെ ഇലയുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. മാഡം നിഷ വൈബ്സ്. ഇത് ഐസ് ക്യൂബാണ്, മോനെ ഇവിടെ നിന്ന് കളിയാക്കാൻ തന്നെ. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. മാഡം അടുത്തത് എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണ്? അടുത്ത റെസിപ്പി ചീരയുടെ 2 റെസിപ്പി വരുന്നതായിരിക്കും. ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാണുക, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഗാർഡനിങ് വീഡിയോ കുറച്ചൊക്കെ മൂവ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കുക്കിംഗ് വീഡിയോയും എല്ലാവരും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം, അറിയണ്ടേ, അതുകൊണ്ട് കുറച്ച് വെള്ളം. ഇതിനി ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. പോസ് ചെയ്തിട്ട് മാത്രമേ ജ്യൂസ് ഉണ്ടാക്കാൻ പാടുള്ളൂ. കാരണം വെച്ചാൽ ഇത് കുറച്ച് കയ്പിളകുന്നതാണ്. മൂസമ്പി, ചെറുനാരങ്ങയൊക്കെ നമ്മൾ ജ്യൂസ് ആക്കിയെങ്കിൽ ഉടനെ കുടിക്കണം, ഇല്ലെങ്കിൽ അത് കയ്പിളകും, പിന്നെ ഒന്നിനും കൊള്ളൂല, പിന്നെ നമുക്ക് വലിയ ഇഷ്ടമാവില്ല. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഉടനെ തന്നെ കുടിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് എക്സ്ട്രാ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്തിനു മാഡം? എന്നാലേ 3-4 പേർക്ക് കുടിക്കാൻ പറ്റും, അതുകൊണ്ട്. അടിപൊളി. അപ്പൊ എന്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സെർവ് ചെയ്താലോ? നല്ല പോലെ ചൂടുള്ള സമയമാണ്. അപ്പൊ ഇതുപോലത്തെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുടിക്കുക. നല്ല ഹെൽത്തി ആയിട്ട് ആരോഗ്യപരമായിട്ട് ഇരിക്കുക. ആദ്യം കൊടുക്കാം, ഇതിലും ഇട്ട് കൊടുക്കാം. ഇതിലോട്ടേക്ക് ഐസ് ക്യൂബ്. അപ്പൊ ഈ ചൂട് കാലത്ത് ഇതുപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് കഴിക്കുക. 3 റെസിപ്പി ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ കാണണം. പിന്നെ ഈ 3 റെസിപ്പിയും ജ്യൂസിൻ്റെതാണ്, ഷേക്കിൻ്റെത് ഒന്നുണ്ട്, ഇളനീർ ഷേക്ക്. അപ്പോൾ എല്ലാം കാണുക. കുറേ കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. കുക്കിംഗ് വീഡിയോസ് വലിയ മൂവ് ആവുന്നില്ല. അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ ഡ്രിങ്ക്സൊക്കെ ആക്കി കുടിക്കുക. അപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.